മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. യെസ്, വീണ്ടും സ്വാഗതം മധുര നാരങ്ങയിലേക്ക് വിത്ത് മീ RJ അരുൺ. ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മള് ഓണപ്പാട്ടുകൾ, ഓണപ്പുടവ, ഓണസദ്യ ഇതൊക്കെ പറയുന്നതോടൊപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർക്ക്, നമ്മുടെ ഓണവില്ല് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം പുലർച്ചെ ശ്രീ പത്മനാഭന് സമർപ്പിക്കുന്ന അപൂർവ ചിത്രകലാ സൃഷ്ടിയാണ് ഓണവില്ല. പുരാണ കഥകൾ ആലേഖനം ചെയ്ത ഓണവില്ല് അഥവാ പള്ളിവില്ല് രൂപപ്പെടുത്തി ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ള അവകാശം കരമന മേലാറന്നൂർ വിളയിൽ വീട് കുടുംബത്തിന് മാത്രമാണ്. ക്ഷേത്ര സ്ഥപതി സ്ഥാനീയരും ആസ്ഥാന വാസ്തുശില്പികളുമായിരുന്നു ഈ കുടുംബക്കാർ. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്ര ആചാരങ്ങളിൽ ഒന്ന് തന്നെയാകും ഓണവില്ല് സമർപ്പണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുണ്ട് ഈ ഒരു ചടങ്ങിന് എന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ. ഇടക്കാലത്ത് നിലച്ചുപോയ വില്ല് സമർപ്പണം AD 1425 വീര ഇരവിവർമ്മയുടെ ഭരണകാലത്ത് പുനരാരംഭിച്ചതായി മതിലകം രേഖകൾ പരാമർശവുമുണ്ട്. 1731 മാർത്താണ്ഡവർമ്മ ക്ഷേത്രം പുതുക്കി പണിതപ്പോൾ വിളയിൽ വീട്ടിലെ പൂർവികനായിട്ടുള്ള അനന്തപത്മനാഭൻ മൂത്താചാര്യായിരുന്നു ക്ഷേത്ര സ്ഥപതി. കിഴക്കേ ഗോപുരവാതിൽ കയറി കാണിക്ക വഞ്ചിയുടെ സമീപത്തെ തുണിയിൽ ഇദ്ദേഹത്തിന്റെ ശില്പവുമുണ്ട്. ഓണവില്ലിന്റെ ഐതിഹ്യവും മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ്. വിശ്വരൂപം കാട്ടിക്കൊടുത്ത വാമനോട് വിഷ്ണുവിന്റെ 10 അവതാരങ്ങളും അവയുടെ ഉപകഥകളും കൂടി കാട്ടിക്കൊടുക്കണമെന്ന് മഹാബലി അപേക്ഷിച്ചു. ഈ സമയം വിഷ്ണു വിശ്വകർമ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി. വിശ്വകർമാവ് ആദ്യ ഓണവില്ല് രചന നടത്തിയെന്നാണ് ഐതിഹ്യം. തന്റെ സന്നിധിയിൽ എല്ലാ വർഷവും എത്തുന്ന മഹാബലിക്ക് കാലാകാലങ്ങൾ വിശ്വകർമ്മജരെ കൊണ്ട് അവതാര ചിത്രങ്ങൾ വരച്ച് കാണിച്ചു നൽകാമെന്നും മഹാബലിക്ക് അങ്ങനെ വാഗ്ദാനം നൽകുകയാണ്. ഇതാണ് ഓണവില്ലിന്റെ ഐതിഹ്യം. അപ്പൊ നിങ്ങൾ പലപ്പോഴും പലരും കേട്ടിട്ടുണ്ട്, എന്താണ് ഓണവില്ല്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. യെസ്, ദിസ് ഈസ് ഓണവില്ല്. അപ്പൊ ഓണവില്ല് മനസ്സിലായല്ലോ. അങ്ങനെ വീണ്ടും നമ്മൾ ഇന്നത്തെ മധുര നാരങ്ങയുടെ മനോഹരമായിട്ടുള്ള ആ ഒരു സമയം കൂടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ദിവസം കേട്ടുമുട്ടാം മറ്റു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഏറെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളും ഒപ്പം ഓണവിശേഷങ്ങളുമായി. സോ സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം വിത്ത് എ ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈം UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.